റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കിയാലോ? നല്ല നിറത്തിലും നല്ല മണത്തിലും നല്ല രുചിയിലും നമുക്കൊരു ചിക്കൻ മഞ്ചൂരിയൻ തയ്യാറാക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിസാമാസ് ഫുഡ് ആൻഡ് ടിപ്സ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് എല്ലോട് കൂടിയ ചിക്കനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ചിക്കൻ വേണമെങ്കിലും എടുക്കാം. അപ്പം ഒരു 1/2 കിലോ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് നല്ലതായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ക്യാപ്സിക്കം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ സവോള, അതും അത്യാവശ്യം വലിയ സവോളയാണ്. അത് 2 എണ്ണം എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എതിറുകളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഒരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി കുറച്ച്, ഇഞ്ചിയെക്കാട്ടിൽ കുറച്ചുകൂടെ ഞാൻ വെളുത്തുള്ളി കൂടുതൽ എടുത്തിട്ടുണ്ട്. അത് ഒരു 10-12 അല്ലി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ്, സോയാ സോസ് വേണം. അത് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചെപ്പും വേണം. ഇനി നമുക്ക് ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആ ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം നമ്മൾ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ചിക്കനിലേക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റ്, കുറച്ച് പെപ്പർ പൗഡർ, 2 ടീസ്പൂണ് പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്. വൈറ്റ് പെപ്പർ പൗഡർ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഒരു മുട്ട, വൈറ്റും യെല്ലോയും 2 എണ്ണം കൂടെ ഇടുകയാണ്. പിന്നെ നമുക്ക് ഒരു 1/2 സ്പൂണ് ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമ്മുടെ ഫസ്റ്റ് മാരിനേഷനാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് മാരിനേഷനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു 20 മിനിറ്റത്തേന് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു സെക്കൻഡ് കോട്ടിംഗ് ഉണ്ട്. അതിന് ഒരു 1.5 ടീസ്പൂണ് നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മുട്ടയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതിനി ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് വെക്കാം. പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ചിക്കൻ പീസ് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് ഫ്രൈ ആകണ്ട, ജസ്റ്റ് ആ കോട്ടിംഗ് ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് എടുത്തു മാറ്റാം. ഇത്രയും മതി. ഇതെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ബാച്ച് കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ എല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നന്നായിട്ട് ഇളക്കുക. നല്ലതായിട്ട് ഒന്ന് മൂത്ത് വരണം. പച്ചമണമൊക്കെ ഒന്ന് മാറി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇഞ്ചി ആദ്യം നമ്മൾ ചിക്കൻ്റെ അകത്ത് മിക്സ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി മാത്രമേ ചേർത്തിട്ടുള്ളൂ. വെളുത്തുള്ളി ഇഞ്ചിയെ കാട്ടി കൂടുതൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. നമുക്ക് ഇനിയിപ്പം ഇതൊന്നും കൂടുതലങ്ങ് ഫ്രൈ ആകുകയൊന്നും വേണ്ട. ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഡാർക്ക് സോയാ സോസാണേ, അതുകൊണ്ട് 1.5 മതി. ഇല്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ വരെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ്. അത് ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്.
ഇനി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് ഇനി ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പില്ലെങ്കിൽ ഉപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. സോയാ സോസിനൊക്കെ ഉപ്പുണ്ട്. പിന്നെ നമ്മൾ ചിക്കന് കോട്ട് ചെയ്ത് വെച്ചപ്പം കുറച്ചുകൂടി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് കോൺഫ്ലോർ, ഒരു അല്പം ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തതാണ്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പം നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. എല്ലാം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിച്ചെപ്പും കൂടെ ആഡ് ചെയ്യാം. സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ നല്ലതാണ്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് അത് ഇടുന്നില്ല. നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടെ കോൺഫ്ലോറിനകത്ത് കുറച്ചേറെ വെള്ളം ചേർത്ത് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ മഞ്ചൂരിയൻ, ചിക്കൻ മഞ്ചൂരിയൻ എന്നൊക്കെ പറയുന്നത് എന്താ പറയുന്നത്, നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്നതാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് ജ്യൂസി ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ.